ലീഡർ കരുണാകരന് ശേഷം ആദ്യമായ ഒരു കേരള മുഖ്യമന്ത്രി ഗുരുവായൂരപ്പനെ വണങ്ങുന്ന കാഴ്ച വളരെ സന്തോഷം നൽകുന്നതാണ്. ഗുരുവായൂരിനുള്ളിൽ പ്രവേശിക്കുകയും തൊഴുകയും ശ്രീ വി ഡി സതീശൻ ചെയ്തു. മുമ്പ് ശ്രീ പിണറായി വിജയൻ അവർകൾ ഗുരുവായൂരുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് ദോ അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അന്ന് അതിനെക്കുറിച്ച് വിവാദം ഉണ്ടായി. അദ്ദേഹം അത് ഡിസ്റെസ്പെക്ട് ചെയ്യാനാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം വിശ്വാസിയല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ വിശ്വാസിയായ ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ തൊഴുന്ന ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ പോകാറുണ്ട്. അതിന്റെ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിധ്വനികളാണ്, റിവർബ്രേഷൻസ് അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മുടെ റവന്യൂ മന്ത്രി ശ്രീ AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹത്തിന് പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം അവിടെ എത്തി ഗുരുവായൂരപ്പനെ തൊഴുന്ന കാഴ്ചകൾ വളരെ നയന മനോഹരമാണ്. നമുക്ക് ആ ചിത്രങ്ങൾ ഒന്ന് കാണുകയും കൂടെ ചെയ്യാം. AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹമായിരുന്നു. അതിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗുരുവായൂരിലെത്തി. കണ്ണനെ തൊഴുതു, പ്രാർത്ഥിച്ച വെണ്ണ കൊണ്ട് തുലാഭാര വഴിപാടും മുഖ്യമന്ത്രി നടത്തി. 71 കിലോഗ്രാം വെണ്ണ കൊണ്ടാണ് തുലാഭാരം നടത്തിയത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിലെത്തിയ വി ഡി സതീശനെ ദേവസ്വം ചെയർമാൻ ശ്രീ AV ഗോപിനാഥ് പൊന്നാടയണിയിച്ചു. രാവിലെ 7 മണിയോടെയാണ് അദ്ദേഹം എത്തിയത്. തുടർന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ MP തുടങ്ങി ഒട്ടനവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തു. ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത് ഒരു ദിവ്യമായ ആത്മീയമായ അനുഭവമാണ്. അതോടൊപ്പം അത് ഒരു സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്സ് ശ്രീ കരുണാകരൻ അടക്കമുള്ള കാര്യത്ത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ലക്ഷണവുമാണ്. ഓർക്കുക, സോഫ്റ്റ് ഹിന്ദു ആണ്, സോഫ്റ്റ് ഹിന്ദുത്വ അല്ല. സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്സ്, സാംസ്കാരികപരമായി ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം. മഹാത്മാഗാന്ധിയും യഥാർത്ഥത്തിൽ ഈ സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്സ് മുമ്പോട്ട് വെച്ചിരുന്ന വ്യക്തിയാണ്. പലപ്പോഴും ഈ തീവ്ര ഹിന്ദുത്വവാദികൾ നിരീശ്വരവാദികളാണ്. അവർക്കൊന്നും അമ്പലത്തിൽ വിശ്വാസമില്ല, ദൈവത്തിൽ വിശ്വാസമില്ല. വീര സവർക്കറുടെ അടക്കം. എനിക്ക് സവർക്കർജിയെ ബഹുമാനമാണ്, പക്ഷെ അദ്ദേഹം ഒരു നിരീശ്വരവാദ ഹിന്ദുത്വ ലൈനിലുള്ള വ്യക്തിയായിരുന്നു, വിശ്വാസിയായിരുന്നില്ല. ഇതേപോലെ തന്നെ പാകിസ്ഥാന്റെ സ്ഥാപകനായ ജിന്നയും വിശ്വാസിയായിരുന്നില്ല. ഇസ്ലാം അവർക്ക് ഒരു കൾച്ചറൽ കോൺസ്ട്രക്ട് മാത്രമായിരുന്നു. അഥവാ ജിന്നയും സവർക്കറും ഒരേപോലെ നിരീശ്വരവാദികളും മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചവരോ അല്ലെങ്കിൽ മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി പൊസിഷൻ ചെയ്തവരോ മാത്രമായിരുന്നു. എന്നാൽ ശ്രീ മഹാത്മാഗാന്ധി മുതൽ ആ പാത പിന്തുടർന്ന ശ്രീ K കരുണാകരനടക്കം, ഈ വിഷയത്തിൽ ആ പാത പിന്തുടർന്ന ശ്രീ K കരുണാകരനടക്കം, ശ്രീ വി ഡി സതീശനടക്കം ആ സോഫ്റ്റ് ഹിന്ദു സ്പേസിനെ കൂടി സ്പർശിക്കാൻ കൂടി ഉദ്ദേശം ഇതിൻ്റെ ഉള്ളിൽ അന്തർലീനമായിട്ടുണ്ട്. അത് ഉണ്ടെന്നറിയാനാണ്. ഇത് ആരോടെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും. അദ്ദേഹത്തിന് ഇപ്പം ആദ്യം ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ പോയി, അതൊന്നും രാഷ്ട്രീയമല്ല, അതൊക്കെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ പുറത്താണെന്നൊക്കെ അവർ പറയുകയും ചെയ്യും. അങ്ങനെയല്ല. ഈ ഹിന്ദു പൊളിറ്റിക്സ്, അതായത് ഹിന്ദു പൊളിറ്റിക്സിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞിരിക്കണം. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ പോലെ ക്രോഡീകൃതമായ ഒരു ബോഡി, ഒരു ഓർഗനൈസ്ഡ് ബോഡി ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഇല്ല. അതായത് ക്രിസ്ത്യാനികൾ ഇടയലേഖനം വായിക്കുന്നത് പോലെ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ പോലെ ഹിന്ദുക്കൾക്ക് ഓർഗനൈസ്ഡ് ആയ ഒരു ക്രോഡീകൃത ബോഡിയില്ല. ഇവരെ രാഷ്ട്രീയമായും സാമുദായികമായും സാംസ്കാരികമായും സ്വാധീനിക്കാനുള്ള വേദികളും സ്പേസുകളും പലപ്പോഴും കുറവാണ്. ഈ സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാവുന്ന ശ്രീ കരുണാകരനാണ് ഗുരുവായൂരപ്പനെ, അദ്ദേഹത്തെ വലിയ വിശ്വാസിയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തോടൊപ്പം അതിനെ ഒരു കൾച്ചറൽ സ്പേസും കൂടി ആക്കി മാറ്റുകയുണ്ടായി. ശ്രീ നരേന്ദ്രമോദി ഇത് തന്നെയാണ് ചെയ്യുന്നത്. ശ്രീ നരേന്ദ്രമോദി ഇവിടെ ദക്ഷിണ ഭാരതത്തിൽ വന്ന് വിവേകാനന്ദ പാറയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും ആ ഒറ്റയ്ക്കിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഫോട്ടോ സൈഡിൽ നിന്ന് ഫോട്ടോഗ്രാഫറെ കൊണ്ട് എടുത്തിടുമ്പോഴും ഈ സോഫ്റ്റ് ഹിന്ദു സ്പേസിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരു ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ നേരെ എതിർത്താണ്. ഇതൊരു റൈറ്റ് ലീനിങ് പൊളിറ്റിക്സിൻ്റെ ലക്ഷണമാണ്. വലത് സ്വത്വവാദത്തിൽ അടിസ്ഥിതമായ ലക്ഷണമാണ്. നേരെ മറിച്ച് നെഹ്റുവിയൻകാർ നേരെ തിരിച്ചാണ്. അവർ മതം വേണ്ട, മതത്തിൽ നിന്ന് മനഃപൂർവ്വം അകലം പാലിക്കും. സോമനാഥ ക്ഷേത്രത്തിൽ നെഹ്റുജി സ്വന്തമായിട്ട് പോയില്ല, രാജേന്ദ്ര പ്രസാദിനോട് പോകരുതെന്നും പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. നേരെ മറിച്ച് ആ സോഫ്റ്റ് ഹിന്ദു പൊളിറ്റിക്സിനോട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സോഫ്റ്റ് ഹിന്ദു കൾച്ചറൽ സ്പേസിനോട് അടുത്ത് നിൽക്കുന്ന കാര്യമാണ്. ഞാൻ ശ്രീ വി ഡി സതീശൻ ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ പോയപ്പോൾ വളരെ കൗതുകത്തോടെ നോക്കുകയായിരുന്നു. കാര്യം അദ്ദേഹം ഒരു ഭയങ്കര വിശ്വാസിയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പൊങ്കാലയിടാൻ വരാറുണ്ട്. കഴിഞ്ഞ പൊങ്കാലയ്ക്ക്, അടുത്ത പൊങ്കാലയ്ക്ക് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് പറയുകയുണ്ടായി. ശ്രീ വി ഡി സതീശൻ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെങ്കിലും ഗാന്ധിയൻ റൈറ്റിൻ്റെ, അഥവാ മഹാത്മാഗാന്ധി മുമ്പോട്ട് വെക്കുന്ന സർവ്വമത ആദരം, എല്ലാ മതങ്ങളെയും, നെഹ്റുജിയുടെ ആറ്റിറ്റ്യൂഡ് എല്ലാ മതങ്ങളിലും ഒരു മതനിരാസവും മതനിഷേധവും മതേതരത്വവും ഒക്കെയാണ്. ഗാന്ധിയൻ ചിന്താഗതിയുടെ പ്രത്യേകത എല്ലാവരെയും ഒരുമിച്ച് ചേർക്കണമെന്നുള്ളതാണ്. ആ പാതയിൽ ശ്രീ വി ഡി സതീശൻ പോകുന്നത് വളരെ സ്വാഗതാർഹമാണ്. ആ പാതയിലെ ഇന്ത്യയെ നയിക്കാൻ കഴിയൂ. ഒരു കേവല മതേതരത്വത്തിൻ്റെ പാതയിൽ നയിക്കാൻ കഴിയില്ല. പകരം ബഹുസ്വരതയുടെ, മതസൗഹാർദ്ദത്തിൻ്റെ, ഒരുമയുടെ പാതയിൽ നയിക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി.
ശ്രീ വി ഡി സതീശൻ അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന ചിത്രങ്ങൾ കണ്ണിന് വളരെ ആനന്ദം നൽകുന്നതാണ്. ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹവും ശ്രീ വി ഡി സതീശന് ലഭിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ, ശബരിമല അയ്യപ്പൻ്റെ, നമ്മുടെ ഇസ്ലാം മുസ്ലിം പള്ളികളുടെ, ക്രിസ്ത്യൻ പള്ളികളുടെ, അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ, ബിഷപ്പുമാരുടെ, മൗലവിമാരുടെ, പള്ളിയിലച്ചന്മാരുടെ, അല്ലെങ്കിൽ പൂജാരിമാരുടെ, സന്യാസിമാരുടെ അടക്കം എല്ലാവരുടെയും ഒരു വലിയ മുഖ്യമന്ത്രിയായി മാറാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹം ഒരു നെഹ്റൂവിയൻ ലെഫ്റ്റ് പൊസിഷനിൽ നിന്ന് കുറേയെങ്കിലും ന്യൂവാൻസ് ചെയ്ത്, പിവറ്റ് ചെയ്ത് ഒരു ഗാന്ധിയൻ റൈറ്റിലേക്ക് എത്തുന്നു എന്ന ഫീലാണ് അദ്ദേഹം തരുന്നത്. എന്തായാലും സന്തോഷം. ഗുരുവായൂരപ്പന് അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ. ഗോഡ് ബ്ലെസ്.